ഇല്ലാത്ത പൊളി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടക്കം വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ കാറ്റാണ്. വഴിയൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ വഴി വെട്ടി തെളിച്ചാണ് ഇതിൽ കയറി വന്നത്. ഒരു പാറ കണ്ട് അതിൽ കയറി നോക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചുമ്മാ കയറി വന്നതാണ്. ഇത് നമ്മുടെ ആശ്രമം, മറ്റേ അതിൻ്റെ പശുവിനെയൊക്കെ പുല്ല് തെറ്റിക്കണ മൈതാനമാണ് കാണുന്നത്. നമുക്ക് അവിടെ കയറ്റി വിടിയല്ലോ നമ്മളവരെ, രണ്ട് സൈഡിൽ വേലിയൊക്കെ കെട്ടി തിരിച്ചേക്കുക. പക്ഷേ എന്നെ രസമാണെന്നറിയോ അവിടെ. പിന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പുള്ളിക്കാനും അങ്ങ് അറ്റത് കാണുന്നത് അണ്ണൻ തമ്പി മല, പിന്നെ നേരെ കാണുന്നത് ഇല്ലിക്കക്കല്ല്, അങ്ങനെ ഒരുപെട്ട സകല സ്ഥലവും കാണാൻ. രാത്രിയിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചി വരെ കാണാനാണ് പറയണത്. വളരെ റിസ്ക്കി ആയിട്ടുള്ള കുറച്ച് വഴികളാണ്. മലയൊന്നും കയറി പരിചയമില്ലാത്തവർ കയറാണ്ടിരിക്കുമായിരിക്കും നല്ലത്. ചുമ്മാ വെറുതെ ട്രിപ്പ് പോകണവർ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി അത്ര എളുപ്പമല്ല പോരാനായിട്ട്. ഈ സ്ഥലം നോക്കി, ഇതിൻ്റെ ഇപ്പോൾ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഇതുപോലെ അടിപൊളി സ്ഥലങ്ങളാണ്. ആരും വന്ന് കയറാത്തതുകൊണ്ട് വളരെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക്കോ ഒന്നുമില്ല, മലിനമാക്കുന്ന ഒരു സാധനം ഇവിടെ ഇല്ല. അത്ര അടിപൊളിയായിട്ടാണ് സ്ഥലം കിടക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് കയറി വന്നാൽ അത്ര എളുപ്പമല്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ കാട്ടുപന്നി കുത്തിയിട്ടേക്കണതാണ് ഈ കാണുന്നത്. പന്നിയുണ്ട് ഇവിടെ, വേറെ വല്ലതും ഉണ്ടോയെന്ന് അറിയത്തില്ല. ആളും അനക്കമൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മൾ രാവിലെ നല്ല പൊറോട്ടയും അപ്പവും ഇടിയപ്പവും മിക്സ് ചെയ്താണ് കഴിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിയാഹാരം നമുക്ക് നല്ല എനർജി തരും. പിന്നെ പൊറോട്ട ആണെങ്കിൽ വയറ്റിൽ അങ്ങനെ അങ്ങ് കിടന്നോളും. റിസ്ക്കായിട്ട് സൂക്ഷിച്ച് നമ്മൾ ശ്രദ്ധിച്ച് കയറണം. അങ്ങനെ പാടാം അവിടെ കയറാനായിട്ട്. നമ്മളിതുപോലെ പോയി കഴിയുമ്പോൾ മുള്ളൊക്കെ കയറി പിടിക്കും. അത്ര സേഫൊന്നുമല്ല ഇങ്ങനെ കയറി പോകാനായിട്ട്. ഈ വഴി തന്നെ തിരിച്ചിറങ്ങി പോരാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് നമ്മൾ വഴി വെട്ടിയാണ് പോണത്. ഇല്ലില്ല, അടുത്ത കാലത്തൊന്നും ഇതിൻ്റെ മുകളിൽ ആരും കയറിയിട്ടില്ല. ലോക്ക്ഡൗണിന് മുമ്പെങ്ങാനും ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. നമ്മളൊരു 1/4% ദൂരമാണ് അടുത്ത മലയിലോട്ടായിട്ടുള്ളൂ. നമ്മൾ ആദ്യത്തെ അവിടെ കയറിയിട്ട് പിന്നെ ചെറിയൊരു ഇറക്കമുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് വേണം കയറാനായിട്ട്. ഇല്ലിക്കക്കല്ലൊക്കെ പണ്ട് റോഡൊക്കെ ആവണതിന് മുമ്പ് പോയതാണ് ഞങ്ങൾ ഓർക്കണേ. അന്ന് ഇതുപോലെ അവിടെ കയറി പോകായിരുന്നു. നമ്മളിങ്ങനെ വഴി വകഞ്ഞു മാറ്റി കയറി പോകാവുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങോട്ടൊന്നും കയറ്റി വിടിയില്ല. അവിടെ ഒരു കൈ തരുമോ? എനിക്ക് ക്യാമറ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കയറാനായിട്ട് ഇച്ചിരി പാടാം. എവിടെയെങ്കിലും ഒന്ന് പിടിച്ചിട്ട് എനിക്കൊരു കൈ കൂടെ തരുവാണെങ്കിൽ ഞാനിങ്ങനെ കയറാം. ഞാൻ ചാടി കയറുവാണേ. ഓക്കെ, അപ്പോൾ നമുക്ക് 10 മണിയാണ് ഇപ്പോൾ സമയമായിരിക്കുന്നത്. തണുപ്പുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട്. നവംബർ മാസം ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം കൊള്ളാവുന്ന തണുപ്പുണ്ട്. ഈ ചെടി മരമൊക്കെ നോക്കി, ഇതൊന്ന് കുറച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പായലും ഈ പൂപ്പലും ഒന്നും കാണില്ല, എല്ലാം പോവും. നമ്മൾ ഈ വന്ന വഴിയാണ് കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ലാന്ന് തോന്നും, പക്ഷേ നമ്മുടെ പൊക്കത്തിൽ, എൻ്റെ ഒപ്പം പൊക്കത്തിൽ പുല്ല് വളർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ആ മലയിൽ നിന്നാണ് നമ്മളിപ്പോൾ കയറുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്ത കുന്നിലോട്ട് കയറാൻ പോവുകയാണ്.
മുകളിൽ ആടിയ ക്യാമറ ആ പാറയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഒരു പടിയും കൂടി വെച്ചാൽ നമ്മൾ ടോപ്പ് എത്തും. നല്ല ബലം വേണം. ഞാൻ ഒട്ടും ഇവിടെ താഴെ ബലം കൊടുക്കുന്നില്ല. ഓക്കെ, നമ്മുടെ മലയുടെ ഓൾമോസ്റ്റ് ടോപ്പ് എത്തി. അതിൽ വേറെ ഒരു മലയും കൂടെ ഉണ്ട് കേട്ടോ. കിടിലനൊരു പാറ കേട്ടോ. സൂപ്പർ വ്യൂ. അവിടെ ഇവിടെ അത്ര കാറ്റിലാണെന്ന് തോന്നുന്നു. അവിടെ നല്ല കാറ്റായിരുന്നല്ലോ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈരാറ്റുപേട്ട ടൗൺ കാണാം. ഈ പാറയുടെ ലെഫ്റ്റ് സൈഡിൽ പാറയുടെ ടോപ്പിലായിട്ട് ഒരു ചെറിയ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ക്യാമറയിലുണ്ടോ എന്ന് അറിയത്തില്ല. അതാണ് പാലാ ടൗൺ. ആ കാണുന്ന ഇല്ലിക്കല്ല, അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു എം പോലത്തെ പാറുണ്ട്. എം പോലത്തെ അവിടെ നമുക്ക് കയറാൻ പറ്റും. അതുപോലെ പുള്ളിക്കാനത്ത് നിന്ന് ട്രിക്ക് ചെയ്ത് പോവാം. പുള്ളിക്കാനം എന്ന് പറഞ്ഞാൽ മൂലമറ്റം വാഗമൺ റൂട്ടിലുള്ള ഒരു ചെറിയ സ്ഥലമാണ് പുള്ളിക്കാനം. ഞങ്ങൾ ഇന്നലെ കയറിയ മലയാട്ടോ ആ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വ്യൂ സൂപ്പർ വ്യൂ ആണ്. സൺസെറ്റ് ഒക്കെ അടിപൊളിയായിട്ട് കാണാം. നമ്മുടെ ശരിക്കും പ്ലാൻ ഒന്നും ഇങ്ങോട്ട് വരാനല്ലായിരുന്നു കേട്ടോ. നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗമൺ ട്രക്കിങ്ങിന് വേണ്ടി നമ്മൾ അവിടുത്തെ ഫോറസ്റ്റ് ഡിവിഷനിൽ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ വളരെ നേരത്തെ എണീറ്റ് കാരണം ഞങ്ങൾക്ക് പോകേണ്ടി വന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് കരുതി അവിടെ ഒരു പോകുന്ന വഴിക്ക് ഒരു മല കണ്ടു. അങ്ങനെയാണ് സ്ഥിരം കയറാറ്. എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് നല്ലൊരു മല കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴി കയറും. അധികം എല്ലാവരും പോകുന്ന സ്ഥലങ്ങളിൽ പോകാനായിട്ട് ശ്രമിക്കാണ്ടിരിക്കുക. അപ്പോഴാണ് നമുക്ക് വെറൈറ്റി സാധനങ്ങൾ കാണാനായിട്ടും. അവിടെ ബാലിയിലൊക്കെ ഫീൽഡില്ലേ, അതിൻ്റെ ഒരു ദൃശ്യമാണ്. അതായത് ഈ സൈഡിൽ ഫുള്ള് ഈ ടാബോർ ഹിൽസ് റിസോർട്ടും അപ്പുറ സൈഡിൽ മൊത്തം നമ്മുടെ ആശ്രമത്തിലെ പശുക്കളെ മേയ്ക്കുന്ന സ്ഥലം. അങ്ങോട്ട് ഓൾറെഡി നമുക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. പിന്നെ ഇപ്പോൾ കോവിഡ് കാരണം ഒറ്റ മനുഷ്യനെ പോലും ആ ഏരിയയിലോട്ട് പോലും കയറുന്നില്ല. അപ്പോൾ ഫുൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയ കാരണമാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത്. ഫുൾ വേലിയിട്ട് തിരിച്ചു നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അതൊക്കെ ബ്യൂട്ടിഫുൾ സ്ഥലം. ഇവിടെ നോക്കിയാൽ ആ ബ്യൂട്ടി കാണാൻ പറ്റുള്ളൂ. അതെ അതെ, വേറെ ഒരു സ്ഥലത്തൊന്നും ആ ഹിൽ വ്യൂ ഈ താഴ്വര വേറെ സ്ഥലത്തൊന്നും ഒന്നും കാണാൻ പറ്റത്തില്ല. കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ അപ്പുറ സൈഡ് തേയിലയും കുറേ മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചേക്കുവാണ്. ഈ ഒരു പച്ചപ്പ് കാണണമെങ്കിൽ, ആ ഒരു ഇളം പച്ച കളറും അതിൻ്റെ ഇപ്പുറം ഒരു കടും പച്ച കളറിൽ തേയിലയൊക്കെ ആയിട്ട് കാണണമെങ്കിൽ ഇതിന് കയറിയ വഴിക്ക് കിട്ടിയ സമ്മാനമാണ്. പിന്നെ ദേ കാണുന്നത് നമ്മുടെ തീക്കോയി വഴി, ഈരാറ്റുപേട്ടയിൽ തീക്കോയി വഴി കയറി വന്നാൽ വാഗമണിലായിട്ടുള്ള മെയിൻ റോഡാട്ടോ. നമ്മൾ പിള്ളേരൊക്കെ ടൂർ വരുമ്പോൾ ഇതിലെ കയറി തന്നെ. നമ്മുടെ നാട് കൂത്താട്ടിലായാലും നമ്മൾ അപ്പുറം മൂലമറ്റത്ത് നിന്ന് കയറി വരും. നമ്മൾ മൂലമറ്റത്ത് ഒരു കട്ട ചങ്കുണ്ട്. പുള്ളി എക്സസൈസിലാണ്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പുതിയ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഈ റൈഡിനൊക്കെ പോകുമ്പോഴേ പുള്ളി നമ്മളിവിടെ കൂടാന്ന് പറഞ്ഞിട്ട് പുള്ളി മിസ്സായി പോയി. അപ്പം പുള്ളി ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്ന് രാവിലെ വീട്ടിൽ വന്ന് കയറിയതുള്ളൂ. അതുകൊണ്ട് പുള്ളിക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞ് റൂമൊക്കെ ബുക്ക് ചെയ്ത് തന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള മച്ചാൻ റൂമൊക്കെ ബുക്ക് ചെയ്ത് തന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുടെ മുകളിലോട്ട് വരാം. എൽസസിന് അവിടെ കുടുങ്ങി കിടക്കുവാണ്. അവിടെ ബാഗ് തട്ടിയിട്ട് ഈ താഴേക്കടെ ഇറങ്ങിയിട്ട് ഇവിടെ പാറയുണ്ട്. ഇവിടെ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ടുള്ളൊരു വ്യൂ ആണ്. നമുക്ക് ഇവനെ ആദ്യം കയറ്റി വിടാം, അതാ നല്ലത്. ഞാൻ കയറി പോക്കോ. ഈ കൈ വേണമെങ്കിൽ ബൈക്കെ ചവിട്ടി കയറിക്കും. നല്ല ഗ്രിപ്പുള്ള വുഡ്ലാൻഡിൻ്റെ ഷൂ ആയതുകൊണ്ട് അല്ലേ. അപ്പോൾ ഇനി എന്നെ ആര് കയറ്റും? ക്യാമറയും പിടിച്ചു, പിന്നെ ഞാൻ കയറി വന്നോളാം. നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി അടുത്തത് ഹൈറ്റ് ആട്ടോ. ആ ഹൈറ്റ് ഇന്ന് കയറാൻ പറ്റുമെന്ന് തോന്നല്ലോ കേട്ടോ. അതായിരുന്നു വലിയൊരു താഴ്വര ഇറങ്ങിയിട്ട് വേണം അതിൻ്റെ അതോട്ട് കയറാൻ വേണ്ടി. ഈ എന്നെ പാറയാന്ന് നോക്കിയാൽ ഇത് ഒരു രക്ഷയില്ലാത്ത പറയാട്ടോ. കയറുന്ന ആഗ്രഹമുണ്ട്, എനിക്കും കയറുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ രണ്ട് കാര്യം, ഒന്ന് എൽബോ പോസ്റ്റായിട്ട് നിൽക്കുവാണ്, രണ്ട് നമുക്ക് ഈ വഴി കാണിച്ചു കൊടുക്കാം. അയ്യോ, ഏതൊരു ഫുൾ എനർജി ആട്ടോ, ഒട്ടും എടുത്തിട്ടില്ല. രാവിലെ നല്ല മുട്ടക്കറി ആ ഹോട്ടലിലുള്ള വ്യൂ തന്നെ നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. ശരിക്കും ആ വ്യൂ ആണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഒന്നുകൂടെ പ്രേരിപ്പിച്ചത്. വേറൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. നമ്മളൊരു ഭൂട്ടാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്.
അപ്പം അതിനുവേണ്ടി ഒന്നിരുന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശാന്തമായിട്ടൊരു സ്ഥലം അന്വേഷിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ഭാഗ്യം കാണാറേ എന്നിട്ടേ ക്യാൻ കുഴപ്പമില്ല. ഓയ്യോ ഇവിടെ നല്ല സ്ലീപ്പാണോ. ഈ വഴി തന്നെ ഇറങ്ങി പാടാ, അവിടെ ഭയങ്കര പാടാ. ബാഗ് ഇവിടെ ഉണ്ട്. ഇവിടെ വന്നിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇറങ്ങണമെങ്കിൽ ഇതേ മരത്തേക്കൂടെ തൂങ്ങി വേണം ഇറങ്ങാനായിട്ട്. എവിടെ അവിടെ പറയണ്ടോ? ഇവിടെ ഡിഫിക്കൽട്ടാ. ആ മരത്തേൽ തൂങ്ങി വേണം ഇവിടെ ഇറങ്ങാനായിട്ട്. പക്ഷെ ഇതിൻ്റെ താഴെ സൂപ്പർ ഇറങ്ങി ചെല്ലണ സ്ഥലം അടിപൊളിയാട്ടോ. പൊട്ടിപ്പോകും കമ്പ്. വെയിറ്റ് വളർച്ച കയറിപ്പോൾ ബാഗ്, ഈ പുറത്തിട്ടിരിക്കുന്ന ബാഗ് നമ്മളിങ്ങനെ കയറി പോകുമ്പം ഈ ചില്ലയിൽ കൊടുങ്ങും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് നമ്മുടെ കാലെ പിടിച്ച് വലിച്ച് താഴെ ഇടുന്ന പോലെ ഇരിക്കും. അതാണ് ആകെ ഒരു കുഴപ്പമുള്ളത്. തിരിയട്ടോ, ആ ബാഗ് വലിയ പാടാ കൂട്ടോ നിൻ്റെ ബാഗ്. ആ കയറി പോരെ. എൽസം പണ്ട് 2-3 വർഷം മുമ്പ് ഇതുപോലെ കയറിയ സ്ഥലം ഓർക്കണ്ടോ? നമ്മൾ ആമക്കല്ല് പോയി കഴിഞ്ഞപ്പോൾ. നമ്മൾ ആമക്കല്ല് ഇതുപോലെ ഇപ്പോൾ കയറിയ പോലെ തന്നെ രാമക്കൽമയുടെ ആമക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോടെ ഒരു പാറൊക്കെ ഇടേക്കട വലിഞ്ഞ് കയറി വന്ന ഒരു സാധനമുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണാം കേട്ടോ. അതങ്ങനെ സംസാരിച്ച് വ്ളോഗ് ഇപ്പോൾ ആദ്യമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. നമ്മൾ കൂടുതലും മ്യൂസിക് വീഡിയോ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സത്യം പറയാമല്ലോ, കോൺഫിഡൻസ് ഇല്ലായിരുന്നു അങ്ങനെ പറയാനായിട്ട്. പക്ഷേ ഇങ്ങനെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹം. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടണില്ല. അപ്പോൾ അത് എന്താ കാരണം എന്ന് അറിയാൻ പാടില്ല. അന്ന് നമുക്ക് പറയുമ്പോൾ ഏതായാലും ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷെ കേൾക്കുമ്പോൾ രസം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും കേൾക്കുമ്പോൾ രസം ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. പക്ഷേ എങ്കിലും ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും, തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യും. നമ്മളിപ്പോൾ ഫൈസലിക്ക് ഇറങ്ങിപ്പോയ ഫൈസലിക്കയും കൂടെ അവിടെ ഇരിപ്പുണ്ട്. ഞാനടുത്ത് ഫൈസലിക്ക് ഇതുവരെ പോയില്ലെന്ന്. പിന്നെ ഞാൻ ഓർത്തെ 20-25 മിനിറ്റ് എടുത്ത് പുള്ളി അവിടെ എത്താൻ. കാരണം കൈ കാണാം എൻ്റെ ഇതിലിങ്ങനെ കാടിനകത്തോട്ട് ഇറങ്ങി വേണം പോകാൻ. വഴിയില്ല, മെയിൻ സംഭവം വഴിയില്ല. നമ്മളിപ്പോൾ ഇറങ്ങി പോകുമ്പോഴും അറിയാം വഴി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലേ വന്നേ, ഇതിലേ വന്നേ. ഈ തല ചാട്ടിയല്ലേ വന്നേ, ഈ പാറ ചോട്ടിയാ വന്നേ. നല്ല രസമുണ്ട്. ഇറങ്ങണോ? അതിൽ ഇറങ്ങാൻ പറ്റിയ പാടല്ലേ? അല്ലെങ്കിൽ ഇത് അവിടെ ചെന്നിട്ട് അങ്ങോട്ടേ ഇറങ്ങും. അങ്ങനെ ഇറങ്ങും. ഇതാ ഈസി. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇറങ്ങുമ്പോൾ പുറകോട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരുന്ന് കൈയും കാലും ആ ഫോഴ്സ് പരമാവധി പാറയിലോട്ട്, അല്ലെങ്കിൽ ആ ഗ്രാവിറ്റി പരമാവധി ആ പാറയിലോട്ട് കൊടുക്കുക. അപ്പം മുന്നോട്ട് ആഞ്ഞു പോവുകയില്ല. അപ്പോൾ പരമാവധി ആ പാറ കിടക്കുക. പിന്നെ നിങ്ങൾ പാറയൊക്കെ കയറി കഴിയുമ്പം മടുപ്പ് തോന്നുവാണെങ്കിൽ, അതായത് തല കറങ്ങണ പോലെ, നമ്മുടെ എനർജി ഡ്രെയിൻ ആവണ പോലെ തോന്നുവാണെങ്കിൽ ഒരു കാരണവശാലും കയറാൻ നോക്കരുത്. തല കറങ്ങി നേരെ മറിഞ്ഞു പോകും നമ്മൾ. അപ്പോൾ പാറയിൽ അങ്ങ് കിടന്നോളുക. പിന്നെ നമ്മൾ ഈ ഇതുപോലെ വഴിയൊക്കെ തെളിച്ച് വരുമ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ല, നമുക്ക് എത്തേണ്ട സ്ഥലം നമുക്ക് കാണാം. പക്ഷേ ഈ മരമൊക്കെ ഉള്ളിടത്തോടെ പോകുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എങ്ങോട്ടാണ് എത്തേണ്ടതെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഭയങ്കര പാടായിരിക്കും നമ്മൾ മിസ്സായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ.
ഞാൻ ആദ്യം പറഞ്ഞു വന്നുകൊണ്ടിരുന്ന ഗ്ലൂക്കോസ്. വെള്ളം ഇല്ലാണ്ട് ഒരു സ്ഥലത്തും പോകാണ്ടിരിക്കുക, മസ്റ്റായിട്ടും വേണ്ട സാധനമാണ്. വെള്ളം ഇല്ലാണ്ട് ഒരു സ്ഥലത്തും പോകരുത്. അപ്പം നമ്മുടെ എൽസ മേളിൽ നിൽക്കുന്നുണ്ട്. എൽസൻ്റെ ഒരു വീഡിയോ ഇവിടുന്ന് എടുക്കാൻ പുള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മച്ചാനെ ഫുള്ള് ബ്ലീച്ചടാ. നീ കറക്റ്റ് സൂര്യൻ്റെ മേളിലാ. പുണ്യാളൻ്റെ കൂട്ടുണ്ട്. പോരെ പോരെ. താഴെ പോണേ. ഇറങ്ങി. വഴിച്ചാൽ കണ്ടു കിട്ടിയിട്ടുണ്ട്, ഭാഗ്യം. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ തന്നെ വഴി ഒരുവിധം ഒന്ന് തെളിഞ്ഞു. കണ്ടോ ഇവിടെ പതുക്കത് ഇവർ വഴി കാണാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് കാണാമോ ഇതിട്ടുണ്ട്, ഒരു കറുത്ത ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇട്ടാലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ പുല്ല് കയറി പിടിക്കില്ല അവിടെ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു വഴി കാണാനായിട്ട് പറ്റും. അതാണ് നമ്മൾ കയറുക കേട്ടോ. അതിൻ്റെ താഴോട്ടും ഇനി ഇറങ്ങാൻ പറ്റും, അതിൻ്റെ മേളിലോട്ടും ഇനി സ്ഥലമുണ്ട്. പക്ഷേ ഇനി നമ്മൾ വരുമ്പം നമ്മൾ മേളിൽ കയറും. താഴെ മുകളിൽ എല്ലായിടത്തും കയറും. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കയറി കാണിയല്ലേ. ഇവിടുത്തെ ലൊക്കേഷൻ ഇടാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, ഈ സ്ഥലത്തിൻ്റെ പേരും അറിയാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ പറയണം കേട്ടോ. ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാറുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആരും പോകാത്ത സ്ഥലങ്ങളിൽ പോകാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്, മെയിൻ ഡെസ്റ്റിനേഷൻസ് അല്ലാത്ത. അപ്പോൾ എല്ലാ ഗിയറും ഉണ്ട് കയ്യിൽ. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാട്ടോ. ഏതിലെ അതിലാണോ? അല്ലല്ല, ഇവിടെ നിന്ന് കട കയറി. അതെ അതെ. നമുക്ക് റൂമിലോട്ട് പോവാം. വാഗമൺ കുരിശുമല എല്ലാവരും അറിയുന്ന സ്ഥലമാണല്ലോ. വാഗമൺ കുരിശുമലയുടെ അവിടെ ഒരു കവാടമുണ്ട്, അവിടെ നിന്ന് റൈറ്റ് പോവാം. ഇതായിട്ട് വാഗമൺ റൂട്ടിൽ നിന്ന് ആശ്രമത്തിന് കവാടം കാണും, അവിടെ നിന്ന് റൈറ്റ് പോവാം. റൈറ്റ് പോകുമ്പോൾ ഒരു 2 സിറ്റ് ചെയ്യും. ഒന്ന് ആശ്രമത്തിലേക്ക്, അവിടെ പ്രൈവറ്റ് അവിടെ കയറ്റില്ല. പിന്നെ താഴോട്ട് ഒരു കോൺക്രീറ്റ് ചെയ്ത വഴിയുണ്ട്. ആ കോൺക്രീറ്റ് ചെയ്ത വഴി വരുമ്പോൾ ഒരു റിസോർട്ടുണ്ട്. പിന്നെ ഒരു ഓഫ് റോഡാണ്. ഓഫ് റോഡ് വഴി കയറി വന്നാൽ മതി.